മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന സ്റ്റാലിയം കൂട്ടി പാലായിൽ വരികയാണ്. ബാലചന്ദ്രനെ കണ്ട് കോടതി മുറിയിലുള്ള വിസ്താരം മാറ്റിവെക്കണമെന്നും കുടുംബസമേതം ആൾക്കാരെ വിളിച്ചുകൂട്ടി അവർക്ക് മുൻപിൽ വെച്ച് അമ്മയോട് അച്ഛന് സത്യങ്ങളെല്ലാം വിളിച്ചു പറയാമെന്നും അലീന ബാലചന്ദ്രനെ അറിയിക്കുന്നു. മക്കൾക്ക് വേണ്ടി ബാലചന്ദ്രൻ അത് സമ്മതിച്ചു കൊടുക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഡ്രോയിങ് റൂമിലിരുന്ന ഹരിശങ്കർ കാർ വരുന്ന ശബ്ദം കേട്ട് സിറ്റൗട്ടിലേക്ക് വന്നു. മുൻപ് ഇങ്ങനെയൊരു കാർ അവന് പരിചയമില്ല. നമ്പർ നോക്കിയപ്പോൾ പത്തനംതിട്ട രജിസ്ട്രേഷൻ. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു യുവതി ഇറങ്ങി. ഹരിശങ്കർ ആശ്ചര്യസ്തബ്ധനായി നിന്നുപോയി. അലീന. അവന് ആദ്യം വിശ്വാസമായില്ല. ഈ വീട്ടിൽ കുറെ നാൾ ജോലിക്ക് നിന്നിട്ടുള്ള പെണ്ണ്, കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് താൻ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ബലം പ്രയോഗിച്ചും വശംവദയാക്കാൻ വിഫല ശ്രമം നടത്തിയിട്ടുള്ള പെണ്ണ്, ഇപ്പോൾ ഒരു കുബേരകുമാരിയെ പോലെ സ്വയം കാർ ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുന്നു. കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും അവൾ എവിടേക്കോ പോയി എന്നല്ലാതെ ഹരിശങ്കറിന് അലീനയെ പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ലായിരുന്നു. സഹജവാസന കൊണ്ട് അവന്റെ കണ്ണുകൾ അവളുടെ ശരീരവടിവുകളിലൂടെ ഒന്നലഞ്ഞു. സ്വപ്നത്തിന് സ്വർണം പൂശിയതുപോലൊരു തിളക്കവും ചാരുതയും. ഹരിശങ്കറിന്റെ ആശ്ചര്യം അടങ്ങും മുൻപേ അലീന സിറ്റൗട്ടിലേക്ക് കയറി. അവിടെ നിൽക്കി എന്ന് പറഞ്ഞ് തടയാൻ കഴിയാത്തൊരു പ്രസന്ന വ്യക്തിത്വം അവന്റെ നേർക്ക് വന്ന് അവന്റെ ഉള്ളിലെ അഹന്തയെ നിഷ്പ്രഭമാക്കി. അച്ഛനുണ്ടോ ഇവിടെ? അലീന ചോദിച്ചു. ഉണ്ട്, ഹരിശങ്കർ മറുപടി പറഞ്ഞു. എനിക്കൊന്ന് കാണണമായിരുന്നു. വിളിക്കണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവൾ അകത്തേക്ക് കയറി പോന്നത് അവൻ വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. കമല ഇഡലി നിറച്ച കാസറോളും ചട്നി നിറച്ച ഗ്ലാസ് ബൗളും എടുത്ത് ഊണുമുറിയിലേക്ക് വരികയായിരുന്നു. ഡോർ കർട്ടൻ വകഞ്ഞു മാറ്റി ഒരു പെണ്ണ് അകത്തേക്ക് കടക്കുന്നത് കണ്ട് കമല അന്തം വിട്ടു നിന്നു. അത് അലീനയാണെന്ന് ആദ്യം അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അലീന അവരുടെ നേർക്ക് മന്ദഹസിച്ചു. മുത്തശ്ശി ഒന്ന് കണ്ടോട്ടെ, അവൾ ചോദിച്ചു. കമലയ്ക്ക് എന്തു പറയണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല. രാവിലെ 8 മണി പോലും ആകും മുൻപ് എവിടെ നിന്നാണ് ഇവൾ പൊട്ടി വീണിരിക്കുന്നത്? അനുവാദത്തിന് കാത്തു നിൽക്കാതെ അലീന സൗദാമിനി അമ്മയെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് നീങ്ങി. ഹരിശങ്കർ ഊണുമുറിയിലേക്ക് കയറി വന്നു. അവൻ പകച്ചു നിൽക്കുന്ന അമ്മയെ നോക്കി. അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ആരുണ്ട് കൂടെ? ഒറ്റയ്ക്കാണോ വന്നത്? അമ്മയിങ് വാ. ഹരിശങ്കർ കമലയെ സിറ്റൗട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ ഡ്രൈവ് ചെയ്തു വന്ന കാറാണത്, അവൻ ചൂണ്ടിക്കാട്ടി. മുറ്റത്ത് ഒരു ആഡംബര കാർ. കമല പിന്നെയും വിസ്മയക്കയത്തിൽ വീണു. സൗദാമിനി അമ്മ കിടക്കുകയായിരുന്നു. ഗംഗാധരൻ വന്നതിന് ശേഷം സൗദാമിനി അമ്മയ്ക്ക് കുറച്ചുകൂടി നല്ല പരിചരണം കിട്ടുന്നുണ്ടായിരുന്നു. മുറി വൃത്തിയാണ്. ജനാല തുറക്കാത്തതിനാൽ മുറിയിൽ എപ്പോഴും വെളിച്ചക്കുറവുണ്ടായിരുന്നു. ആരോ നടന്നു വരുന്ന മൃദുവായ കാലൊച്ച. എപ്പോഴും കിടപ്പായതിനാൽ നല്ല ഏകാഗ്രതയാണ്. ശബ്ദങ്ങളെല്ലാം തിരിച്ചറിയാം, അവയുടെ അർത്ഥവും അറിയാം. മുറിയിലെ ലൈറ്റ് തെളിഞ്ഞപ്പോൾ സൗദാമിനി അമ്മയുടെ കണ്ണഞ്ചിപ്പോയി. വൃദ്ധ കണ്ണിനു മീതെ കൈപ്പടം പിടിച്ചു. ആദ്യ മുറിയിലേക്ക് ഒരു പരിമളമാണ് ഒഴുകി വന്നത്. പുറകെ മുത്തശ്ശി എന്ന സ്നേഹത്തോടെയുള്ള ഒരു വിളിയൊച്ച. ചിരപരിചിതമായ സ്വരം ഹൃദയത്തിന്റെ തൊട്ടരികെ. കട്ടിലിനരികിൽ ആരോ വന്നിരിക്കുന്നത് മൂടൽ മഞ്ഞിലെന്ന പോലെ കാണാം. കൈകളിൽ മൃദുസ്പർശം. കൈത്തണ്ടകൾ തലോടുന്നു. വെളിച്ചവുമായി കണ്ണുകൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. കാഴ്ച തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? അലീനയാ. എന്തുകൊണ്ടാണെന്ന് സൗദാമിനി അമ്മയ്ക്ക് അറിയില്ല. പെട്ടെന്നൊരു കരച്ചിൽ വന്നു. 2 കൺതടങ്ങളിലൂടെയും കണ്ണുനീരൊലിച്ചു. അലീന ഉടനെ കുനിഞ്ഞ് ഭാരം കുറഞ്ഞ ആ ശരീരം താങ്ങിയെടുത്തു. 2 കൈകൊണ്ടും പൊതിഞ്ഞ് ആ മെലിഞ്ഞ ഉടൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കൺപീലികൾ നനഞ്ഞു കുതിർന്നു. ശിവശങ്കരനോട് ഹരിശങ്കറാണ് ചെന്ന് പറഞ്ഞത് അച്ഛനെ കാണാൻ അലീന വന്നിരിക്കുന്നുവെന്ന്. ശിവശങ്കരൻ വാതുക്കൽ വന്ന് നോക്കുമ്പോൾ അമ്മ ഒരു ശിശുവിനെ പോലെ അലീനയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. അലീന അമ്മയുടെ പുറത്തും ശിരസിലും തഴുകുന്നുണ്ട്. അമ്മ ഒരു നിർവികൽപ്പ സമാധിയിലാണെന്ന് തോന്നിപ്പോയി. അലീന കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് അമ്മയെ എങ്ങനെയാണ് പരിചരിച്ചിരുന്നതെന്ന് ശിവശങ്കരന് അറിയാം. അവളന്ന് അമ്മയ്ക്ക് കൊടുത്ത സ്നേഹത്തിന്റെ അർത്ഥം ഇപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശിവശങ്കരൻ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു. പിന്നിൽ നിന്ന കമലയോട് അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് ഒരാംഗ്യവും കാട്ടി. അയാൾ മുകളിലത്തെ റൂമിൽ ചെന്നപ്പോൾ ഗംഗാധരൻ അക്ഷമനായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. എവിടെ? അയാൾ ഉത്കണ്ഠയോടെ അനുജനെ നോക്കി. അമ്മയുടെ റൂമിലാ. കടപ്പാട്ടൂർ വെച്ച് തന്നെ അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു. അവൾക്കറിയാമായിരുന്നല്ലോ മുത്തശ്ശിയാണെന്ന്. അവൾ എന്തിനാ വന്നത്? ഒന്നും ചോദിച്ചില്ല ഗംഗേട്ടാ. അമ്മ അവളുടെ തോളത്ത് കിടക്കുകയാ, മയങ്ങിയതുപോലെ. നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ശിവ. എന്റെ റൂമിൽ. കമലയെയോ മക്കളെയോ ഇങ്ങോട്ട് അടുപ്പിക്കാനും പാടില്ല.
ശിവശങ്കരൻ ബാൽക്കണിയിലെ റൂമിലും അസ്വസ്ഥനായി നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ മുന്നിലും അലീന പിന്നിലുമായി കോണിപ്പടി കയറി വന്നു. ജനാലയ്ക്കടുത്ത് നിന്ന ഗംഗാധരൻ മുഖം തിരിച്ചു നോക്കി. മുറിക്കകത്ത് കയറിയ ശേഷം ശിവശങ്കരൻ വാതിൽ ചേർത്തടച്ചു. ഗംഗാധരൻ അലീനയെ നോക്കിക്കൊണ്ട് നിന്നു. അയാളുടെ മനസ്സിലൂടെ ചില കാഴ്ചകളും ഓർമ്മകളും ചിന്നിച്ചിതറി പോയിക്കൊണ്ടിരുന്നു. വൈജയന്തിയുടെ മകൾ. സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിൽ വെച്ച് വൈജയന്തിയെ കണ്ടുപിടിക്കുമ്പോൾ അവളുടെ വീർത്തുന്തിയ വയറ് സൃഷ്ടിച്ച നടുക്കത്തിനും വെറുപ്പിനും അതിരില്ലായിരുന്നു. എങ്ങനെ അതില്ലാതാക്കാമെന്ന് രാവുണ്യമ്മാവന്റെ കൂടെ എത്രയോ ദിവസം തല പുകച്ചിട്ടുണ്ട്. അന്ന് അവളുടെ വയറ്റിൽ കിടന്ന കുട്ടിയാണിത്. പിന്നീട് നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തി പ്രസവിച്ചപ്പോൾ അതേപ്പറ്റി രാവുണ്യമ്മാവൻ പറഞ്ഞതും ഓർമ്മയിലുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മാസം തികയാതെയല്ലേ പ്രസവിച്ചത്. ഏതോ അനാഥാലയത്തിന്റെ തിണ്ണയിൽ കിടത്തിയിട്ട് പോന്നു എന്നായിരുന്നു രാവുണ്യമ്മാവൻ പറഞ്ഞ അറിവ്. പിന്നീട് മരിച്ചുപോയി എന്നും പറഞ്ഞിരുന്നു. ആ കുട്ടിയാണ് 24 വർഷങ്ങൾക്ക് ശേഷം നിറകതിർ പോലെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം കടപ്പാട്ടൂർ വന്നപ്പോൾ അലീനെ കണ്ട ഓർമ്മയും ഗംഗാധരന്റെ മനസ്സിലെത്തി. അവിടുന്നും അവൾ ഒരുപാട് വളർന്നിരിക്കുന്നു. അതിശയകരമായ മാറ്റം. മുഖം കണ്ടാൽ അറിയാം അവളുടെ ഉൾക്കരുത്ത്. അല്ലെങ്കിൽ പേടിയൊന്നുമില്ലാതെ കൈതക്കൽ തറവാട്ടിലേക്ക് എല്ലാം അറിയുന്ന തങ്ങളുടെ മുന്നിലേക്ക് അവൾ തനിയെ വരുമോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് സമാധാനമായി. അവിടെ കലാപങ്ങളില്ല, അസ്വസ്ഥതകളില്ല, അപാരമായൊരു പ്രശാന്തത മാത്രം. ഇരിക്ക്. ഗംഗാധരൻ കസേര ചൂണ്ടിക്കാട്ടി. ഒരത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ അങ്കിളെ ഞാൻ. പെട്ടെന്ന് പൊയ്ക്കോളാം. അവളുടെ ശബ്ദത്തിലെ വിനയവും ആദരവും ഗംഗാധരനെ ലജ്ജിപ്പിച്ചു. ഇവൾക്ക് വേണമെങ്കിൽ തന്റെ നേർക്ക് കൈചൂണ്ടി ആക്രോശിച്ചു പറയാം, നിങ്ങളുടെ സഹോദരിയുടെ മകളാണ് ഞാൻ. നിങ്ങൾ 24 വർഷം മുൻപ് അനാഥാലയത്തിന് എറിഞ്ഞു കൊടുത്തവൾ. മരിച്ചിട്ടില്ല ഞാൻ. എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ വേണ്ടി ഈശ്വരൻ ബാക്കി വെച്ചതാണ് എന്നെ. അതിനുവേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതും. പക്ഷെ കേൾക്കുന്നത് ആശ്വാസദായകമായ സൗമ്യസ്വരമാണ്. പപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനുമായി സംസാരിച്ചു. കോടതിയിൽ ഒന്നും പറയില്ലാന്ന് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുമുണ്ട്. അലീന ഗംഗാധരനെയും ശിവശങ്കരനെയും മാറി മാറി നോക്കി. അച്ഛൻ ഒരു വ്യവസ്ഥ പറഞ്ഞു. ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം. അച്ഛന് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയുമെന്ന്. അതിന് സമ്മതമാണെങ്കിൽ അറിയിക്കണമെന്നാ പറഞ്ഞത്. ജ്യേഷ്ഠനും അനുജനും കണ്ണിൽ കണ്ണിൽ നോക്കി. സംഗതി തരക്കേടില്ല എന്നൊരു ഭാവമുണ്ടായിരുന്നു അവരുടെ മുഖത്ത്. എല്ലാവരും എന്ന് വെച്ചാൽ ആരൊക്കെ? ഗംഗാധരൻ ചോദിച്ചു. ബന്ധുക്കളും സ്വന്തക്കാരും മാത്രം. ആരൊക്കെ വേണമെന്ന് അച്ഛൻ പറയും. അവിടെയുള്ളവരും ഇവിടെയുള്ളവരും മാത്രം പോരെ? അച്ഛൻ അങ്ങനെയാ പറഞ്ഞത്. ഇത് തന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ്. ഗംഗാധരൻ മേനോൻ ആലോചനയോട് തലയാട്ടിക്കൊണ്ട് 2-3 ചാൽ നടന്നു. അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അലീന തുടർന്നു. അറിയാത്തവരാരും അച്ഛൻ പറഞ്ഞല്ലാതെ അറിയരുതെന്ന്. വ്യവസ്ഥ പാലിച്ചില്ലെന്ന് തോന്നിയാൽ അച്ഛൻ കോടതിയിൽ വെച്ച് കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. അയാൾക്ക് എല്ലാവരെയും ഞെട്ടിക്കണം. അതല്ലേ മുഖ്യ അജണ്ട. ഗംഗാധരൻ അതൃപ്തിയോടെ പറഞ്ഞു. ആരോടും പറയാതെ 1 വർഷം മുഴുവൻ മനസ്സിൽ വെച്ച് സഹിച്ചയാളല്ലേ അച്ഛനല്ലെങ്കിൽ പിന്നെ ആർക്കാ അതിന് അവകാശം? ശാന്തമായിട്ടാണ് ചോദ്യം. ആര് ആരോടാണെന്ന് ഓർക്കണ്ടേ? ഭാര്യ, മക്കൾ, ബന്ധുക്കൾ. ഒരു ഡെഡ് ലൈൻ വരച്ചാൽ അതിനപ്പുറത്ത് എന്താണെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? അലീന മിണ്ടിയില്ല. അതിന് മറുപടി പറയേണ്ടത് താനല്ലെന്ന് അവൾക്കറിയാം. അപ്പോ എങ്ങനെ ശിവ, നീ പറ. ഒടുവിൽ ഗംഗാധരൻ അനുജനെ നോക്കി. ശിവശങ്കരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആനുകൂല്യമായിരുന്നു ഇത്. കോടതിയിൽ വെച്ച് വിഴുപ്പലയ്ക്ക് നാട്ടുകാരെ അറിയിക്കുന്നത് ഒഴിവാക്കാം. തലയിൽ മുണ്ടിടാതെ നടക്കാം. സ്വന്തക്കാരുടെ ചർച്ചകൾക്കുള്ളിൽ വിഷയം ഒതുങ്ങിത്തീരും. സമ്മതമാണെന്ന് പറയാമല്ലേ? അയാൾ അഭിപ്രായപ്പെട്ടു. ഗംഗാധരൻ മൂളി. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അലീന അനുവാദം ചോദിച്ചു. ഇന്ന് തിരിച്ചു പോകുമോ? ഗംഗാധരൻ ചോദിച്ചു. പോകും. അതിനു മുൻപ് അച്ഛനോട് സംസാരിച്ച് ഡേറ്റ് വിളിച്ചു പറയാം. അലീന മുറിവിട്ടിറങ്ങി. അവൾ കോണിപ്പടി ഇറങ്ങിപ്പോകുന്ന കാലൊച്ച മൃദുവായി കേൾക്കാമായിരുന്നു. മുറി ശൂന്യമായതുപോലെ ഗംഗാധരന് തോന്നി. എന്തൊരു കഷ്ടമാണ്. ഈ വീട്ടിലെ കുട്ടിയല്ലേ അവൾ. എന്തൊരു കഷ്ടം. അത് സംബന്ധമായ എല്ലാ ധർമ്മസങ്കടങ്ങളും നിസ്സഹായതയും പശ്ചാത്താപവും ആ ചുരുങ്ങിയ വാക്കുകളിൽ അടങ്ങിയിരുന്നു. ശിവ, അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ചെല്ല്. ശിവശങ്കരൻ താഴെയെത്തി. അലീന എവിടെ? അയാൾ കമലയോട് തിരക്കി. എന്താ ശിവട്ട പ്രശ്നം? അവളെ എന്തിനാ മുകളിലേക്ക് വിളിച്ചോണ്ട് പോയത്? വാതിലടച്ചു വെച്ച് അവിടെ എന്തായിരുന്നു ഗൂഢാലോചന? അത് ഗംഗേട്ടൻ അവളെ കാണണമായിരുന്നു. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാ. എവിടെ അവളിപ്പം? ആരുടെ ആ കാറ്? അവളിപ്പം ആരാ? കമലയുടെ സംശയങ്ങൾക്ക് അന്തമില്ല. ബാലചന്ദ്രനുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കാൻ വേണ്ടിയാ വിളിച്ചു വരുത്തിയത്.
അയാളുടെ മോളാണെന്നല്ലേ രഹസ്യം പറച്ചിൽ? എന്നിട്ട് സത്യമാണോ? കമല ചോദിച്ചു. ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ച്. അപ്പോൾ എല്ലാത്തിനും തീരുമാനമാകും. അലീന എവിടെ? അമ്മയുടെ മുറിയിലേക്ക് പോയി. കമലെ, നീ അവൾക്ക് ചായ കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്ക്. ഇവിടെ അടുക്കള വേലയ്ക്ക് നിന്ന പെണ്ണല്ലേ ശിവേട്ട അവൾ? അതൊക്കെ അന്ന്. അതും പറഞ്ഞ് ശിവശങ്കരൻ ഊണുമുറി നിന്ന് ആരംഭിക്കുന്ന ചെറിയ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങി. മുത്തശ്ശിയോട് യാത്ര പറയുകയായിരുന്നു അലീന. അവൾ അവരുടെ കവിളിലും നരച്ച മുടിയിലും തലോടി. ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. ഇനി ഞാൻ വരുന്നത് മുത്തശ്ശിയെ എൻ്റെ കൂടെ കൊണ്ടുപോകാനാ. എൻ്റെ കൂടെ പോരാൻ റെഡിയായിട്ടിരിക്കണേ. സൗദാമിനിയമ്മയ്ക്ക് അതിൽ വലിയ വിശ്വാസം തോന്നിയില്ലെന്ന് അവരുടെ മുഖഭാവം വ്യക്തമാക്കി. ഇനി വരുമ്പോ ഞാൻ ഉണ്ടാവില്ല മോളെ. ആര് പറഞ്ഞു? എൻ്റെ കൂടെ പോരാൻ മനസ്സുണ്ടോ മുത്തശ്ശിക്ക്? ആണെന്ന് അവർ തലയാട്ടി. ഒപ്പം കൈമലർത്തി കാട്ടുകയും ചെയ്തു. എൻ്റെ മക്കൾ ആരും വിടില്ല മോളെ. ഞാൻ വന്ന് അവരോട് ചോദിക്കും, എൻ്റെ മുത്തശ്ശിയെ എനിക്ക് വിട്ടു തന്നേക്കൂന്ന്. അവരെല്ലാവരും സമ്മതിക്കും. ഞാൻ വെറുതെ പറയണതല്ല. കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുപോകും. എന്നെ വിശ്വാസമില്ലേ മുത്തശ്ശിക്ക്? സൗദാമിനി അമ്മയ്ക്ക് അലീനയെ വിശ്വാസമാണ്. അവൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരിക്കും. പക്ഷേ എങ്ങനെയെന്ന് മാത്രം സൗദാമിനി അമ്മയ്ക്ക് അറിയില്ല. അലീന മുത്തശ്ശിയുടെ നെറ്റിയിൽ കൈത്തലം വെച്ച് പ്രാർത്ഥിച്ചു. മുൻപ് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതുപോലെ ചൂടുള്ള ഒരു വൈദ്യുതി പ്രവാഹം തന്റെ നെറ്റിയിൽ മുത്തശ്ശിക്ക് അനുഭവപ്പെട്ടു. അലീന കുനിഞ്ഞ് സൗദാമിനിയമ്മയുടെ മൂർധാവിൽ ചുംബിച്ചു. അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ശിവശങ്കരൻ വാതുക്കൽ നിൽക്കുന്നത് കണ്ടു. അവൾ ഒന്നും മിണ്ടാതെ ഇടനാഴിലിറങ്ങി നടന്നു. ഊണുമുറിയിലെത്തിയപ്പോൾ ശിവശങ്കരൻ അവളോട് പറഞ്ഞു, അലീന, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. നേരം ഇത്രയും ആയില്ലേ? കമലേ, ചായ എടുത്തില്ലേ? ഒന്നും വേണ്ട അങ്കിളെ. എന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതിൽ സന്തോഷമുണ്ട്. പൊയ്ക്കോട്ടെ. അലീന പുറത്തേക്ക് നടന്നു. ഹരിശങ്കർ സിറ്റൗട്ടിലുണ്ടായിരുന്നു. ശിവശങ്കരൻ സിറ്റൗട്ട് വരെ അവളെ അനുഗമിച്ചു. അലീന ചെന്ന് കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുറ്റത്തിട്ട് വളച്ചെടുത്തു. സിറ്റൗട്ട് നിൽക്കുന്നവരെ ഒന്നുകൂടി നോക്കി പുഞ്ചിരിച്ചിട്ട് അവൾ കാർ ഓടിച്ചു പോയി. ബാലചന്ദ്രൻ കലണ്ടറിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. അച്ഛൻ തീയതി നോക്കുകയല്ല, ആലോചിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അച്ഛാ, അവൾ വിളിച്ചു. ബാലചന്ദ്രൻ കലണ്ടറിൽ നിന്ന് കണ്ണെടുത്തു. ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചു പോകണം. ഇന്നലെ വന്നതല്ലേ? ഞാൻ ഡേറ്റ് പറഞ്ഞില്ല അല്ലേ? ബാലചന്ദ്രൻ വെറുതെ വാച്ചിലും നോക്കി. എങ്കിൽ പിന്നെ അടുത്ത ഞായറായിക്കോട്ടെ. എന്താ? മംഗളകാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുത് എന്നല്ലേ? അയ്യോ, ഇത്ര പെട്ടെന്നോ? ഒന്ന് ഒരുങ്ങാനുള്ള സമയം പോലും ഇല്ലല്ലോ. ആർക്കൊരുങ്ങാൻ? ഒരുങ്ങേണ്ടവൻ ഞാനല്ലേ? ഞാനായിരിക്കുമല്ലോ ആ മീറ്റിംഗിന്റെ അധ്യക്ഷനും ഉദ്ഘാടകനും പ്രാസംഗികനുമെല്ലാം. മറ്റുള്ളവർ വെറും കേട്ടുകേൾവിക്കാർ, കാഴ്ചക്കാർ. യോഗസ്ഥലത്ത് വെറുതെ വന്ന് ഇരുന്നാ പോരെ? അച്ഛാ, ഞങ്ങൾക്ക് മാനസികമായി ഒന്ന് തയ്യാറെടുക്കണ്ടേ? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക്, ബബിതയ്ക്കും രോഹിത്തിനും, പിന്നെ കൊല്ലപ്പള്ളിയിലെ അങ്കിൾമാർക്കും മനുവേട്ടനും, പിന്നെ പപ്പയ്ക്ക്. എല്ലാം അറിയുന്നവർക്ക് എന്തിനാ കാലാവധി? അറിയാത്തവർക്ക് ഒരുങ്ങേണ്ട ആവശ്യവുമില്ല. ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തരാം. ബാലചന്ദ്രൻ തന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു കുറിപ്പെടുത്ത് അലീനയുടെ നേർക്ക് നീട്ടി. അലീന കടലാസ് നിവർത്തി ഒന്ന് ഓടിച്ചു നോക്കി. ഇതെന്താ, കല്യാണമോ? അവൾ മന്ദസ്മിതത്തോട് ചോദിച്ചു. നീ അനാഥയല്ലെന്നും കൊല്ലപ്പോൾ കൈതക്കൽ മാളിക വീട്ടിലെ അംഗമാണെന്നും 4ഉം 3ഉം 7 പേർ മാത്രം അറിഞ്ഞാൽ പോരാ. അതൊരു കല്യാണം പോലെ തന്നെ സംഭവിക്കണം. എനിക്ക് വേണ്ടിയാണോ അച്ഛാ ഇത്? നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയാണ്. ജയന്തിക്ക് വേണ്ടിയാണ്. കൊല്ലപ്പള്ളിക്കാർക്ക് വേണ്ടിയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയുമാണ്. എന്നെയും പപ്പയെയും ഒഴിവാക്കിയേക്കണേ അച്ഛാ. ഞങ്ങളോട് അല്പം ദയ കാട്ടണം, അലീന അപേക്ഷാ സ്വരത്തിൽ പറഞ്ഞു. നിനക്ക് ഒട്ടും വിഷമിക്കാനില്ല. ഇതുവരെ നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടും. നീ ആരെന്നറിയുമ്പോൾ നിന്നെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ആളുകൾ ഉണ്ടാവും. അച്ഛാ, ആരൊക്കെ എന്തൊക്കെ അംഗീകാരവും സ്ഥാനവും തന്നാലും ഞാൻ ശരിക്കും ആരാണെന്ന് അറിഞ്ഞ ശേഷം അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും 1000-1 വില വരില്ല അതിനൊന്നിനും. ആ പദങ്ങൾക്ക് പിന്നിലെ അചഞ്ചലമായ ആത്മാർത്ഥത സ്ഫടികം പോലെ സുതാര്യവും വ്യക്തവുമായിരുന്നു. ബാലചന്ദ്രന്റെ മനസ്സ് നിറഞ്ഞ് കണ്ണിൽ ഓളം വെട്ടി. മോളെ, നിന്നെ ആരെങ്കിലുമൊക്കെ പങ്കുവെച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ മാത്രം നിന്റെ ആരുമല്ലല്ലോ എന്നുള്ളത് ആരോടും പറയാതെ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയായിരുന്നു ഇതുവരെ. മനുഷ്യൻ സ്വാർത്ഥനല്ലേ? എനിക്ക് അച്ഛനെ കിട്ടിക്കഴിഞ്ഞല്ലേ ബാക്കി എല്ലാവരെയും കിട്ടിയത്. ഓരോരുത്തരോടുമുള്ള സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലും വ്യത്യാസവും ഉണ്ടാവും. എന്നാലും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ബന്ധു അച്ഛൻ തന്നെയാ. ആ ഒന്നാം സ്ഥാനത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവില്ല അച്ഛാ. ബാലചന്ദ്രന്
അത്രയും മതിയായിരുന്നു. കുളുത്തൂപ്പുഴയ്ക്ക് പോകുന്നതിന് മുൻപ് അലീന ഭവതിയെ വിളിച്ച് ഇതുവരെയുണ്ടായ സംഭവങ്ങളെല്ലാം ധരിപ്പിച്ചു. അടുത്ത ഞായറാഴ്ചയോ? അലീന ചേച്ചി, അത് പെട്ടെന്നായിപ്പോയില്ലേ? ബബിത അന്തം വിട്ട സ്വരത്തിൽ ചോദിച്ചു. ഞാനും അച്ഛനോട് ചോദിച്ചു മോളെ. അച്ഛൻ അനുഭവിക്കുന്ന ടെൻഷൻ അച്ഛനല്ലേ അറിയൂ. എത്രയും പെട്ടെന്ന് ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോ ഇനി 5 ദിവസത്തിനുള്ളിൽ അമ്മയറിയും അലീന ചേച്ചി ആരാണെന്ന്, അല്ലേ ചേച്ചി? അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അച്ഛൻ തുറന്നുവിടുന്ന കൊടുങ്കാറ്റിനെ ആര് പിടിച്ചു കെട്ടുമെന്നോർത്തിട്ടാ എന്റെ പേടി. അതെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കുമോന്ന്. അലീന ചേച്ചി കൊല്ലപ്പള്ളി വിളിച്ചു പറഞ്ഞോ ഡേറ്റ്? ഇല്ല, ഡേറ്റ് മാത്രമല്ല, ലിസ്റ്റുമുണ്ട്. മനുവേട്ടനോടും രോഹിയേട്ടനോടും വരാൻ പറയണ്ടേ ചേച്ചി? വേണം, അവരുടെ പേരും ലിസ്റ്റിലുണ്ട്. ചേച്ചി ഇന്ന് തിരിച്ചു പോകുമോ? പോകാൻ റെഡിയായി നിൽക്കുക മോളെ. പപ്പയാണെങ്കിൽ വല്ലാതെ ബോറടിച്ചു. ഞാനിനി കുളത്തൂപ്പോൾ ചെന്നിട്ട് നിന്നെ വിളിക്കാം. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഗംഗാധരൻ ചെന്ന് ഫോൺ എടുത്തു. മറുവശത്ത് അലീനയായിരുന്നു. അങ്കിളെ, അടുത്ത ഞായറാഴ്ചയാ അച്ഛൻ പറഞ്ഞ ദിവസം. ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റും തന്നിട്ടുണ്ട്. അലീനയുടെ ശബ്ദം അയാൾ കേട്ടു. കുറച്ചുകൂടി സാവകാശം കിട്ടില്ലേ മോളെ? ഗംഗാധരൻ ചോദിച്ചു. ഞായറാഴ്ചക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ശരി, ആരൊക്കെയാ വിളിച്ചു വരുത്തേണ്ടത്? ഒരു പേനയുണ്ടെങ്കിൽ എഴുതിയെടുത്താൽ നന്നായിരുന്നു. നീണ്ട ലിസ്റ്റാ അങ്കിളെ. ഗംഗാധരൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കടലാസും പേനയും തെരഞ്ഞു പിടിച്ചു. ശിവശങ്കരൻ യാത്രയ്ക്ക് തയ്യാറായി വന്നപ്പോഴേക്കും ഗംഗാധരൻ ലിസ്റ്റ് എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ശിവ, അലീന വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യാത്ര മാറ്റി വയ്ക്കേണ്ടി വരും. അടുത്ത ഞായറാഴ്ചയാണ് ബാലചന്ദ്രൻ കുടുംബയോഗം വിളിച്ചു കൂട്ടാൻ വച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് നീലഗിരിയിൽ പോയി വരാൻ സമയമില്ല. പക്ഷേ മാലതിയെ കൊണ്ടുവരികയും വേണം. ശിവശങ്കരൻ അന്തം വിട്ടു. ഇന്ന് നീലഗിരിക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതാണ്. ജ്യേഷ്ഠനും അനുജനും കൂടി ഒന്നിച്ചു പോകാനായിരുന്നു പ്ലാൻ. ഹരി പോയി മാലതിയെ കൊണ്ടുവരട്ടെ അല്ലേ? ഗംഗാധരൻ ചോദിച്ചു. ശിവശങ്കരൻ കഥയറിയാതെ ആട്ടം കാണുന്നവനെ പോലെ തലയാട്ടി. ജയന്തിയോട് പറയണ്ടേ? നേരത്തെ അറിയിച്ചില്ലെന്നൊരു പരാതി പറഞ്ഞു വരാതിരിക്കണ്ട. എല്ലാം പെട്ടെന്നായിപ്പോയില്ലേ ഗംഗേട്ടാ? എന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. ശിവ, ഈ ചർച്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരുമായിരിക്കും ഏറ്റവും വലിയ വില്ലന്മാർ. ജയന്തി പോലും ശത്രുവായി തിരിയും. അതൊന്നും ഇനി ആലോചിക്കണ്ട ഗംഗേട്ടാ. വരുന്നിടത്ത് വെച്ച് കാണുക. ഗംഗാധരൻ മൊബൈൽ ഫോൺ എടുത്ത് വൈജയന്തിയുടെ നമ്പർ പ്രസ് ചെയ്തു. 2 ബെല്ലടിച്ചപ്പോഴേ വൈജയന്തിയെ കിട്ടി. വൈജെ, ഗംഗേട്ടനാ. നീ എവിടെയാ? സ്റ്റാഫ് റൂമിൽ. ഞാൻ വിചാരിച്ചു ക്ലാസ്സിലായിരിക്കുമെന്ന്. ഇനി ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ഗംഗേട്ടാ. വൈജെ, ഞാനൊരു വിവരം അറിയിക്കാൻ വേണ്ടിയാ വിളിച്ചത്. അടുത്ത ഞായറാഴ്ച കൊല്ലപ്പള്ളി തറവാട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. നീയും മക്കളും ഉണ്ടാകണം. മീറ്റിംഗ് എന്ന് വെച്ചാൽ? ചെറിയ തോതിൽ ഒരു കുടുംബയോഗം. കാര്യമെന്താ ഗംഗേട്ടാ? തറവാട് സംബന്ധിച്ച ചില കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനിക്കാനുമുണ്ട്. നമ്മുടെ കൂട്ടരെല്ലാം വിളിച്ചിട്ടുണ്ട്. അതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു? പെട്ടെന്നാ തീരുമാനിച്ചത്. ഇന്ന് ഞാനും ശിവനും കൂടി നീലഗിരിക്ക് പോകാനിരുന്നതാ. അത് മാറ്റിവെച്ചു. മാലതിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയ്ക്കെന്താ ഒരടിയന്തരാവസ്ഥ? അടിയന്തരാവസ്ഥയുണ്ട് വൈജെ. അതുകൊണ്ടാ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. ഞായറാഴ്ച കാലത്ത് 10 മണിക്ക്, ഓക്കെ? ഗംഗാധരൻ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ശിവശങ്കരനെ നോക്കി. അയാൾ ഒരത്യാഹിതം മുന്നിൽ കണ്ടെന്ന പോലെ അധീരനായി കഴിഞ്ഞിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.